2026 ഓഗസ്റ്റ് മാസം ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ നാനാ തുറകളിൽ പുതിയ അനുഭവങ്ങളും പ്രതീക്ഷകളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കാനാണ് സാധ്യത. ആയില്യം നക്ഷത്രം കർക്കടക രാശിയിൽ വരുന്നതിനാൽ മഴക്കാലത്തിന്റെ അവസാനവും ചിങ്ങമെന്ന സമൃദ്ധിയുടെ മാസത്തിന്റെ തുടക്കവും ഈ നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയിലും ഭൗതിക സാഹചര്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. 2026 ഓഗസ്റ്റിൽ ആയില്യം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ സജീവമായ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഈ മാറ്റങ്ങൾ വ്യത്യാസപ്പെടാം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവും നൈപുണ്യവും തെളിയിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവന്നേക്കാം. നിങ്ങളുടെ ആശയങ്ങൾ മേലധികാരികൾ അംഗീകരിക്കാനും അതിലൂടെ സ്ഥാപനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ മാസം പകുതിയോടെ അനുകൂലമായ സൂചനകൾ ലഭിച്ചേക്കാം. എങ്കിലും സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ നയതന്ത്രജ്ഞത പുലർത്തുന്നത് ഗുണകരമായിരിക്കും. ചില സാഹചര്യങ്ങളിൽ നിസ്സാരമായ വാദപ്രതിവാദങ്ങൾ പോലും നിങ്ങളുടെ ഇമേജിനെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. ഏറെ നാളായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ മാസം പുതിയ അവസരങ്ങൾ തേടി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, പബ്ലിക് റിലേഷൻ തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മികച്ച ഓഫറുകൾ ലഭിച്ചേക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള നടപടിക്രമങ്ങളിൽ പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. പരീക്ഷകളിലോ ഇന്റർവ്യൂകളിലോ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ പെരുമാറുന്നത് വിജയ സാധ്യത വർദ്ധിപ്പിക്കും. സ്വന്തം സംരംഭങ്ങൾ നടത്തുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ നിക്ഷേപങ്ങൾക്കോ വിപുലീകരണത്തിനോ അനുകൂലമായ അന്തരീക്ഷം സംജാതമായേക്കാം. പഴയ കസ്റ്റമേഴ്സിനെ തിരികെ ലഭിക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനും സാധ്യതയുണ്ട്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചേക്കാം. എങ്കിലും പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് ഭാവിയിലെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 ഓഗസ്റ്റ് മാസം ആയില്യം നക്ഷത്രക്കാർക്ക് മിതമായ പുരോഗതിക്ക് സാധ്യതയുള്ള സമയമാണ്. ധനത്തിന്റെ വരവും ചെലവും സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രധാന വരുമാനത്തിന് പുറമെ അപ്രതീക്ഷിതമായ ചില സ്രോതസ്സുകളിൽ നിന്ന് ധനം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമോ കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കലോ ഇതിൽ ഉൾപ്പെടാം. ചിങ്ങം 1 ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ കൃത്യതയും ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓണം പ്രമാണിച്ച് കുടുംബത്തിൽ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, സമ്മാനങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഈ ചെലവുകൾ നിങ്ങളുടെ ബജറ്റിനെ കാര്യമായി ബാധിക്കില്ലെങ്കിലും അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ സഹായിക്കും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുകൂലമായേക്കാം. എന്നാൽ ഓഹരി വിപണിയിലോ ലോട്ടറി പോലുള്ള ഭാഗ്യപരിഷ്ഠങ്ങളിലോ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. നഷ്ടസാധ്യതകൾ മുൻകൂട്ടി കണ്ട് മാത്രം പണം മുടക്കുക. മറ്റാരുടെയെങ്കിലും പ്രലോഭനത്തിൽ വീണ് വലിയ തുകകൾ കൈമാറുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കാനുള്ള സാധ്യതകളാണ് ഈ മാസം കൂടുതലായി കാണുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മികച്ച ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. പരസ്പരം പിന്തുണയ്ക്കാനും വിഷമഘട്ടങ്ങളിൽ താങ്ങായി നിൽക്കാനും നിങ്ങൾക്ക് സാധിച്ചേക്കാം. ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അവ പരിഹരിക്കപ്പെടാനും കുടുംബത്തിൽ സമാധാനം തിരികെ വരാനും സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കരിയറിനോ വേണ്ടി ദമ്പതികൾ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമാകും. മക്കളുടെ പഠനകാര്യത്തിലോ പെരുമാറ്റത്തിലോ ഗുണപരമായ മാറ്റങ്ങൾ കണ്ടേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും പ്രായമായവർക്ക് കൃത്യമായ പരിശോധനകൾ ഉറപ്പാക്കുന്നത് നല്ലതാണ്. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായോ മറ്റോ ഉള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെ മധ്യസ്ഥതയിൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യത കാണുന്നു. വിവാഹപ്രായമെത്തിയ ആയില്യം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് നീങ്ങാനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമായിരിക്കും ഇത്. 2026 ഓണം ആയില്യം നക്ഷത്രക്കാർക്ക് വൈകാരികമായും സാമൂഹികമായും വലിയ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും. ചിങ്ങമാസത്തിലെ പൊന്നോണം കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ മാനസിക ഉന്മേഷം നൽകും. പഴയ സുഹൃത്തുക്കളെ കാണാനോ ബന്ധുക്കളെ സന്ദർശിക്കാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം. പൂക്കളം ഒരുക്കുന്നതിലും സദ്യവട്ടങ്ങളിലും നിങ്ങൾ സജീവമായി പങ്കുചേരുന്നത് വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ ഉന്മേഷപ്രദമാക്കും. നാട്ടിലെ ഓണാഘോഷ പരിപാടികളിലോ സന്നദ്ധ പ്രവർത്തനങ്ങളിലോ നിങ്ങൾ മുൻകൈ എടുക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഈ സമയത്ത് കൂടുതൽ പ്രകടമായേക്കാം. ഇക്കാലയളവിൽ നിങ്ങൾ നൽകുന്ന ചെറിയ സമ്മാനങ്ങൾ പോലും മറ്റുള്ളവർക്ക് വലിയ സന്തോഷം നൽകും. ഓണക്കാലത്തെ യാത്രകൾ ഒഴിവാക്കി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം ചില മുൻകരുതലുകൾ ആവശ്യമാണെങ്കിലും വലിയ പ്രതിസന്ധികൾക്ക് സാധ്യത കുറവാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഓണസദ്യയും മധുരപലഹാരങ്ങളും ആസ്വദിക്കുമ്പോൾ തന്നെ അളവ് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. മുട്ടുവേദനയോ സന്ധിവാതമോ ഉള്ളവർക്ക് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടാൻ സാധ്യതയുള്ള സമയമാണിത്. ആത്മീയമായ കാര്യങ്ങളിലോ സംഗീതം, വായന തുടങ്ങിയ കലകളിലോ ഏർപ്പെടുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. യോഗയോ ലഘുവായ വ്യായാമങ്ങളോ ശീലമാക്കുന്നത് ശാരീരികവും മാനസികവുമായ ഊർജ്ജം നിലനിർത്താൻ സഹായിച്ചേക്കാം. എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോഴും ആയില്യം നക്ഷത്രക്കാർ ചില മേഖലകളിൽ ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ സംയമനം പാലിക്കുന്നത് വലിയ കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.
സാമ്പത്തിക ഇടപാടുകളിലോ വസ്തു ഇടപാടുകളിലോ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ചു നോക്കാതെ ഒപ്പിടരുത്. ആരെയും അന്ധമായി വിശ്വസിക്കാതെ വസ്തുതകൾ പരിശോധിക്കുക. നിങ്ങളുടെ ഭാവി പദ്ധതികൾ അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ എല്ലാവരോടും തുറന്നു പറയുന്നത് ദോഷകരമായേക്കാം. കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ഉചിതം. ദൂരയാത്രകൾ നടത്തുമ്പോൾ വാഹനത്തിന്റെ കണ്ടീഷൻ പരിശോധിക്കുന്നതും രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതും നല്ലതാണ്. തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം നിലനിർത്താനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ നാഗങ്ങളാണ്. അടുത്തുള്ള സർപ്പക്കാവുകളിലോ ക്ഷേത്രത്തിലോ നൂറുംപാലം സമർപ്പിക്കുകയോ ദർശനം നടത്തുകയോ ചെയ്യുന്നത് മാനസികമായ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിച്ചേക്കാം. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സഹസ്രനാമം കേൾക്കുന്നതും കരിയറിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ചിങ്ങം 1 ഐശ്വര്യപൂർണമായ തുടക്കമായി കരുതി വീട്ടിൽ സന്ധ്യയ്ക്ക് ദീപം തെളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോസിറ്റീവ് എനർജി നൽകും. ഓണക്കാലത്ത് നിങ്ങളാലാകുന്നത് പോലെ അശരണരായവർക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യമായി കരുതപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന മാസമായിരിക്കും. ഉപരിപഠനത്തിന് അപേക്ഷിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റു വിനോദങ്ങളിലോ അമിതമായി സമയം ചെലവഴിക്കുന്നത് പഠനത്തെ ബാധിച്ചേക്കാം. ബിസിനസ് സംബന്ധമായോ ഔദ്യോഗികമായോ ഉള്ള യാത്രകൾ ഗുണകരമാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം ചെറിയ വിനോദയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് സന്തോഷകരമായ അനുഭവമായിരിക്കും. ആത്മീയ വിജ്ഞാനം നേടാൻ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിച്ചേക്കാം. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനോ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനോ സമയം കണ്ടെത്തിയേക്കാം. ഇത് നിങ്ങളുടെ ആന്തരികമായ വളർച്ചയ്ക്ക് സഹായിക്കും. നിങ്ങളുടെ തടസ്സങ്ങളും ആശങ്കകളും നീങ്ങി വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യം കൈവരിക്കാൻ ഈ കാലയളവ് സഹായിച്ചേക്കാം. ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആഘോഷങ്ങളുടെയും ഒത്തുചേരലുകളുടെയും മാസമാണ് എന്നതാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമൂഹികമായ ബന്ധങ്ങൾ പുതുക്കാനുള്ള മികച്ച അവസരമാണിത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ കരിയറിലും സാമ്പത്തിക മേഖലയിലും വരാനിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ്. ഭാഗ്യം നിങ്ങളെ തേടി വരുമെങ്കിലും ആ അവസരങ്ങളെ വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്താനുള്ള നിങ്ങളുടെ മനോഭാവമാണ് വിജയത്തിന്റെ അളവുകോൽ. ജോലി സ്ഥലത്തെ വെല്ലുവിളികളെ ഒരു പാഠമായി കാണാനും സഹപ്രവർത്തകരുടെ സഹകരണം ഉറപ്പാക്കി മുന്നോട്ട് പോകാനും സാധിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ സമ്മാനിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി കരുതലോടെയുള്ള സമീപനം സ്വീകരിക്കേണ്ടത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഓണം പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ചെലവുകൾ സ്വാഭാവികമാണ്. എന്നാൽ അത് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാത്ത രീതിയിൽ പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും ഇരട്ടിയായി തിരികെ ലഭിക്കുന്ന ഒരു മാസമാണിത്. വിട്ടുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും പ്രിയപ്പെട്ടവരോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനും ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തന്നേക്കാം. ഓണം എന്ന മഹത്തായ സങ്കല്പം നമ്മെ പഠിപ്പിക്കുന്നത് സമത്വത്തെയും സ്നേഹത്തെയുമാണ്. ആ തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ആയില്യം നക്ഷത്രക്കാരുടെ നൈസർഗികമായ കഴിവുകൾ പുറത്തെടുക്കാനും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ഉറപ്പിക്കാനും ഈ കാലയളവ് സഹായകരമായേക്കാം. ജ്യോതിഷപരമായ സാധ്യതകൾ എന്തു തന്നെയായാലും നിങ്ങളുടെ മനക്കരുത്തും ഈശ്വരവിശ്വാസവുമാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. പോസിറ്റീവായ മാറ്റങ്ങളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുക. ചെറിയ പിഴവുകൾ സംഭവിക്കുമ്പോൾ നിരാശപ്പെടാതെ അവ തിരുത്തി മുന്നേറാനുള്ള മനസ്സ് കാണിക്കുക. നല്ലൊരു നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളോടെ സന്തോഷപൂർവ്വം ഈ ഓണക്കാലത്തെ വരവേൽക്കാം. ഏവർക്കും ഐശ്വര്യപൂർണമായ ചിങ്ങമാസവും സന്തോഷം നിറഞ്ഞ ഒരു ഓണക്കാലവും ആശംസിക്കുന്നു.